മക്കളെ, ശ്രുതി ടീച്ചറാണ്. 5ാം ക്ലാസ്സിലെ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ അല്ലേ? ബാലചന്ദ്രനെ കുറിച്ചല്ലായിരുന്നോ? അതെ, രവീന്ദ്രനാഥ ടാഗോറിന്റെ വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. എല്ലാവരും വീഡിയോസ് കാണാറില്ലേ? ഇതുവരെ വീഡിയോസ് ഒന്നും കാണാത്തവര്, പഠന പ്രവർത്തനങ്ങളൊന്നും ചെയ്ത് കഴിയാത്തവര് എന്ത് ചെയ്യണം? മറ്റു വീഡിയോ പോയിട്ട് പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചു വരണം കേട്ടോ. ഇത് നമ്മുടെ അവസാനത്തെ പഠന പ്രവർത്തനമാണ്. എന്താണ് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന പാഠത്തിലെ കഥാപാത്ര നിരൂപണം. എല്ലാവരും ഇങ്ങനെ നോക്കി നടക്കുന്ന ഒന്നായിരിക്കും അല്ലെ? എന്താണ് ഈ കഥാപാത്ര നിരൂപണം? അതെങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക? അല്ലെ, എന്താണ് നിരൂപണം എന്നൊക്കെ മക്കള് അന്വേഷിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത്. നമ്മൾക്ക് ഇന്നൊരു കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ, വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ ആരായിരുന്നു? ബാലചന്ദ്രനാണല്ലേ? അപ്പൊ ബാലചന്ദ്രന്റെ കഥാപാത്ര നിരൂപണമോ നമുക്കിന്ന് ചെയ്യാം. അപ്പൊ നിരൂപണം എഴുതുമ്പോ അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം എന്ന് പറയുമ്പോ കഥാപാത്രത്തെയാണ് നമ്മൾ നിരൂപണം ചെയ്യുന്നത്. അതായത് ഒരു കഥ നമ്മൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കവിതയായാലും കുഴപ്പമില്ല അല്ലെ? കവിതയിലുള്ളത് കഥാപാത്രങ്ങൾ ഉണ്ടാവില്ലേ? കണ്ണനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം, ഏതെങ്കിലും ഒരു കവിത എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ കഥാപാത്രങ്ങൾ ഉണ്ടാവും. അവരുടെ സവിശേഷതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നമ്മൾ എടുക്കുന്നത് കഥയാണ്. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ നമുക്കറിയാം, കഥയാണ്. അപ്പൊ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിൽ ആരുണ്ട്? ബാലചന്ദ്രൻ എന്ന ബാലൻ ഉണ്ട് അല്ലെ? ബാലചന്ദ്രനെ കുറിച്ച് നമുക്ക് എഴുതാം. അതിനു മുൻപ് പൊതുവായിട്ട് എങ്ങനെയാണ് കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്ന് എഴുതാം. നമ്മൾ കഥ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ കഥയാണ് മനസ്സിരുത്തി വായിക്കേണ്ടത്. അതൊന്ന് ടീച്ചർ വായിച്ചു തന്നിട്ടില്ലായിരുന്നോ ലൈവില്? കാണാത്തവരത് പോയിട്ട് കാണണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കഥയില് ആ കഥാപാത്രത്തിനുള്ള സ്ഥാനം എന്താന്ന് അറിയണം അല്ലെ? ആദ്യം വേണ്ടത് കഥാപാത്ര നിരൂപണം എഴുതുമ്പോ ആദ്യം നമുക്ക് വേണ്ടത് കഥാപാത്രത്തിന്റെ പേര്. അത് നമുക്കറിയാലോ. ഇപ്പൊ നമ്മൾ ബാലചന്ദ്രനാണ് എടുക്കുന്നത് വെച്ചാൽ ബാലചന്ദ്രൻ. പിന്നെ ഏത് കഥയാണ്, ആരെഴുതിയതാണ് എന്നുകൂടെ അതില് വേണം അല്ലേ? ഏത് കഥയാണ്? വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ. ആരെഴുതിയതാണ്? രവീന്ദ്രനാഥ ടാഗോർ അല്ലേ? പിന്നെ ആ കഥാപാത്രത്തിന് ഒരു രൂപം ഉണ്ടാവും അല്ലെ? ഏകദേശം ഒരു പ്രായം, അതുപോലെ ഭാഷ, സ്വഭാവ സവിശേഷതകൾ, അങ്ങനെ ആ കഥാപാത്രത്തിന്റെ ഒരു വ്യക്തിത്വം അത് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കണം. അറിയാലോ, കഥ വായിച്ചാൽ പിന്നെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല അല്ലെ? നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയും കഥാപാത്രത്തിന്റെ സ്ഥാനവും എഴുതണം. എന്താണ് ആ ബാലൻ കരുതുന്നത്, അല്ലെ ആ ബാലന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആ കഥയിൽ ആ കഥാപാത്രത്തിന് എന്താണ് സ്ഥാനം ഏറ്റവും വലുത് തന്നെയാണ്. കാരണം പേര് തന്നെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലനാണ്. ബാലചന്ദ്രന്റെ സ്ഥാനം ആണ് ഏറ്റവും വലുത് ആ കഥയിൽ അല്ലെ? ബാലചന്ദ്രനെ ചുറ്റിപ്പറ്റിയാണ് ആ കഥ നിലനിൽക്കുന്നത്. പിന്നെ കഥാപാത്രത്തിന്റെ സൂക്ഷ്മ സ്വഭാവം, കഥാപാത്രത്തിന് മറ്റ് കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെ? ഇത് നമുക്ക് പ്രത്യക്ഷത്തിലുള്ള കുറച്ച് സ്വഭാവങ്ങൾ നമുക്കറിയാം. നല്ല സ്നേഹമുള്ള കുട്ടിയാണ് എന്നൊക്കെ അല്ലെ? അതിലപ്പുറം നമ്മൾ സൂക്ഷ്മമായിട്ടൊരു നിരീക്ഷണം കൂടി നടത്തണം. ഈ കുട്ടിക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്നുള്ളത് അല്ലെ? പിന്നെ മറ്റ് കഥാപാത്രങ്ങൾ, ഈ കഥയിൽ വല്യമ്മയും വല്യച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ഈ കുട്ടിയുടെ ബന്ധം അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ കഥാപാത്രത്തെ നിരൂപണം ചെയ്യുമ്പോൾ എഴുതുന്നത്. ബാലചന്ദ്രനെയാണ് നമ്മൾ നിരൂപണം ചെയ്യുന്നത് അല്ലെ? ബാലചന്ദ്രന്റെ കഥാപാത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലചന്ദ്രന്റെ സ്വഭാവ സവിശേഷതകൾ ഏറെ നിങ്ങളെ ആകർഷിച്ച ബാലചന്ദ്രന്റെ സ്വഭാവ സവിശേഷത എന്തൊക്കെയാണെന്ന് നമ്മളെ ആകർഷിച്ചിട്ടില്ലേ ബാലചന്ദ്രൻ? കാരണം ആത്മാർത്ഥതയുള്ള കുട്ടിയാണ്, പ്രകൃതി സ്നേഹമുള്ള കുട്ടിയാണ്, നിരീക്ഷണ പാഠമുള്ള കുട്ടിയാണ്, മുതിർന്നവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള കുട്ടിയാണ്. ഇതൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് എഴുതാം അല്ലെ? ബാലചന്ദ്രൻ. ആദ്യം എഴുതേണ്ടത് ആരെയാണോ നിരൂപണം ചെയ്യുന്നത്, ബാലചന്ദ്രൻ. കഥാപാത്ര നിരൂപണം എന്ന് ഇവിടെ നമുക്ക് എഴുതാം അല്ലെ? ആദ്യം എഴുതണം എഴുത്തുകാരനെ കുറിച്ചും കഥയെ കുറിച്ചും എഴുതണം എന്ന് പറഞ്ഞല്ലോ. നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോറിന്റെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബാലചന്ദ്രൻ എന്ന ബാലൻ. പ്രകൃതി സ്നേഹിയായ ബാലചന്ദ്രൻ എന്ന ബാലനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത്. അടുത്തത് പെരുമാറ്റങ്ങൾ അല്ലേ?
സൂക്ഷ്മമായിട്ട് ആ വ്യക്തിത്വത്തെ കുറിച്ച്. മുതിർന്നവരോട് വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയുമാണ് ബാലചന്ദ്രൻ പെരുമാറുന്നത്. കുട്ടിക്കാലം മുതലുള്ള ബാലചന്ദ്രന്റെ വൃക്ഷസ്നേഹം ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നടപ്പാതയുടെ നടുവിൽ വളർന്നു വരുന്ന ഇലവുമരത്തിൽ ഓരോ ഇല വളർന്നു വരുന്നതും ബാലചന്ദ്രൻ എന്ന ബാലൻ സൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ? പിന്നെ എന്താണ് ബാലചന്ദ്രൻ ചെയ്യുന്നത് എന്ന് നമ്മൾ എഴുതി. മുതിർന്നവരോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. അതുപോലെ കുട്ടിക്കാലം മുതലുള്ള ബാലചന്ദ്രന്റെ വൃക്ഷസ്നേഹം കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നടപ്പാതയുടെ നടുക്ക് ഇലവുമരം വളർന്നു വരുന്നത് എന്താ ചെയ്യുന്നത്? സൂക്ഷ്മമായിട്ട് ആര് നിരീക്ഷിക്കുന്നുണ്ട്? നമ്മുടെ ബാലചന്ദ്രൻ നിരീക്ഷിക്കുന്നുണ്ട്. അടുത്ത പാരഗ്രാഫില് നമുക്ക് എഴുതാം, ഇലവുമരത്തെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് ബാലചന്ദ്രൻ കാണുന്നത്. ആ മരം മറ്റുള്ളവർക്കൊരു ശല്യമാവും എന്നതുകൊണ്ട് വല്യച്ഛൻ മരം മുറിക്കാനുള്ള തീരുമാനത്തെ വല്യമ്മയുടെ സഹായം തേടി അത് ഇല്ലാതാക്കുന്നു അല്ലെ? വല്യച്ഛന്റെ മരം മുറിക്കാനുള്ള ആ തീരുമാനത്തെ വല്യമ്മയോട് പറഞ്ഞിട്ട് ഇല്ലാതാക്കുന്നുണ്ട്. അമ്മയില്ലാതെ എന്നാണ് കേട്ടോ. അമ്മയില്ലാതെ വളർന്ന ആര്? അമ്മയില്ലാതെ വളർന്ന ബാലചന്ദ്രൻ. അമ്മയില്ലാതെ വളർന്ന ബാലചന്ദ്രന് സ്വന്തം അമ്മയെ പോലെ തന്നെയായിരുന്നു ആര്? വല്യമ്മയും. അച്ഛന്റെ കൂടെ സിംലയിലേക്ക് പോകുമ്പോൾ ഇലവുമരത്തിന്റെ കാര്യങ്ങൾ നോക്കാനും ബാലചന്ദ്രൻ ഏൽപ്പിക്കുന്നതും വല്യമ്മയെ തന്നെയാണ്. ശേഷം സിംലയിൽ എത്തിയതിനു ശേഷവും താൻ വളർന്ന നാടിനോടും പ്രകൃതിയോടുമുള്ള സ്നേഹം അവൻ എഴുതുന്ന കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരു കത്തയച്ചിട്ടില്ലായിരുന്നോ? അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള ആത്മബന്ധം എത്രത്തോളമാണെന്ന് ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? പിന്നെ ഇത് നമ്മൾ എന്താ കൃത്യമായിട്ട് എഴുതി. ആരാണ്? വല്യച്ഛനോടും വല്യമ്മയോടുമുള്ള അവന്റെ ആ ഒരു ബന്ധം, ആത്മബന്ധവും അതുപോലെ നാടിനോടും പ്രകൃതിയോടുമുള്ള അവന്റെ സ്നേഹം സിംലയിൽ ദൂരേക്ക് പോയി കഴിഞ്ഞിട്ടും അവന്റെ കത്തിലൂടെ പ്രകടമാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ എഴുതി. പിന്നെ നമ്മുടേതായ ഒരു അഭിപ്രായം കൂടെ നമുക്ക് ഇതിൽ എഴുതണം അല്ലെ? കുട്ടിക്കാലം മുതലേ ഒരു മരത്തെ സ്നേഹിക്കുകയും അത് വെട്ടാനുള്ള ശ്രമത്തെ എതിർക്കുകയും ചെയ്ത ബാലചന്ദ്രൻ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് എന്നെഴുതാം. ഇത് ടീച്ചറുടേതായ രീതിയിൽ എഴുതിയതാണ്. മക്കൾക്ക് മാറ്റങ്ങൾ വരുത്തി എഴുതാട്ടോ. കുട്ടിക്കാലം മുതലേ മരത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ബാലചന്ദ്രൻ എന്ന ബാലൻ നമുക്കെല്ലാം ഒരു മാതൃകയാണ് എന്നൊക്കെ നമുക്ക് എഴുതാട്ടോ. ഇതുപോലെ തന്നെ എഴുതണം എന്നൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു കഥാപാത്രത്തെ നിരൂപണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആരെഴുതി, ഏത് കഥ, ആരെക്കുറിച്ചാണ് എന്നെഴുതുക. പിന്നെ അതിന്റെ സൂക്ഷ്മ സ്വഭാവം അവസാന പാരഗ്രാഫിൽ നമ്മുടേതായ ഒരു അഭിപ്രായവും കൂടെ നമ്മൾ അവിടെ രേഖപ്പെടുത്തുക ആ കഥാപാത്രത്തെ കുറിച്ച്. ഇനി നമുക്ക് വല്യമ്മയുടേതും ഇങ്ങനെ തന്നെ എഴുതിക്കൂടെ? അത് മക്കൾ എഴുതില്ലേ? അതിനാദ്യം വേണ്ടത് എന്താണ്? കഥാപാത്രത്തിന്റെ പേര്. വല്യമ്മയാണേ വല്യമ്മ. ഏത് കഥ ആരെഴുതി എന്നുള്ളത് ഇത് തന്നെ പോരെ? രവീന്ദ്രനാഥ ടാഗോറിന്റെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിലെ വല്യമ്മ എന്ന കഥാപാത്രം ഈ കഥയില് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എഴുതുക. പിന്നെ സ്വഭാവ സവിശേഷത എന്താ? സ്നേഹമുണ്ട്, നന്മയുണ്ട്, കരുതലുണ്ട്, ബാലചന്ദ്രനോടുള്ള ആ ഒരു വാത്സല്യം ഒക്കെ ഉണ്ട് അല്ലേ? ഒരു അമ്മ, മാതൃത്വം തുളുമ്പുന്ന ഒരു കഥാപാത്രമാണ് വല്യമ്മ. അങ്ങനെയൊക്കെ എഴുതിക്കൂടെ? പിന്നെ സിംലയ്ക്ക് ആര് പോയതിനു ശേഷം, ബാലചന്ദ്രൻ പോയതിനു ശേഷം വല്യമ്മയ്ക്ക് ഉണ്ടാവുന്ന സങ്കടങ്ങളും ആ മാനസികാവസ്ഥയൊക്കെ അല്ലെ? കത്ത് വന്നതിന് ശേഷം അയ്യോ ആ ഇലവുമരത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടമൊക്കെ നമുക്കിതിൽ എഴുതാം. അതുപോലെ വല്യമ്മയെ പറ്റി അവസാനം നിങ്ങൾക്ക് എന്തെഴുതാം? സ്വന്തം മകനെ പോലെ ആരെ സ്നേഹിച്ച? ബാലചന്ദ്രനെ സ്നേഹിച്ച വല്യമ്മ ഈ കഥയിൽ അല്ലെങ്കിൽ മാതൃത്വത്തിന്റെ ഒരു പ്രതീകമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ എന്റെ മക്കളെല്ലാം സ്വന്തമായിട്ട് ഇനി കഥാപാത്ര നിരൂപണം എഴുതില്ലേ? ഇല്ലേ? അപ്പൊ ഈ ഒരു പാഠം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ഒരു ലൈവ് ക്ലാസ് ആയിരിക്കും മക്കൾക്ക് ഞാൻ തരുന്നത്. അതിൽ നമുക്ക് പുതിയൊരു പാഠം തുടങ്ങാം കേട്ടോ. കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് ടീച്ചർ ഇനിയും വരും. അപ്പൊ അതുവരേക്കും ടാറ്റ. എല്ലാവരും കാണണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.